ഗോത്തിപ്പുവ ഡാൻസ് ഇസ് എ പ്രിക്കേഴ്സർ ഓഫ് ഒഡീസി ഡാൻസ്. ഒഡീസി ഡാൻസിൻ്റെ ഒരു മുന്നത്തെ വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇങ്ങനെയാണ് ഡ്രസ്സപ്പ് ചെയ്യുന്നത്. ബോയ്സ് ആണ് ഗേൾസിനെ പോലെ ഡ്രസ് ചെയ്തിരിക്കുന്നത്. ഗോത്തിപ്പുവ. സോ ഇറ്റ്സ് ആൻ ആനുവൽ ഇന്റർനാഷണൽ അണ്ടർ-21 ഫീൽഡ് ഹോക്കി ടൂർണമെന്റ് ഹെൽഡ് ഇൻ മലേഷ്യ. എവിടെയാണ്? മലേഷ്യ. ഫസ്റ്റ് നടന്നത് 2011 ഓക്കെ, 2011 ജോഹർ കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് അണ്ടർ-21 ആണ് ഇത് നടക്കുന്നത്. മെൻസ് അണ്ടർ-21 ആണ്, ഫീൽഡ് ഹോക്കിയാണ്, മലേഷ്യയിലാണ് ഇത് നടക്കുന്നത്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, എൻട്രിയുടെ യൂട്യൂബ് സെഷനിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ വന്നിരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ, അതായത് SSC GD കോൺസ്റ്റബിളിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ 3ാമത്തെ സെഷനാണിത്. സോ ഇതിൻ്റെ മുന്നേയുള്ള സെഷൻസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതും കാണുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ സിംഗിൾ സെഷൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ക്വസ്റ്റ്യൻസ് വെച്ചാൽ എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ റിലേറ്റഡ് ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസും കമ്പൈൻ ചെയ്തിട്ടൊരു സിംഗിൾ ക്വസ്റ്റ്യൻ ആക്കിയിട്ട് അതിൻ്റെ അതായത് അങ്ങനെയുള്ള പോയിന്റ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 50-60 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് ആക്ച്വലി നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സെഷൻ്റെ അകത്ത് ഒരു മിനിമം 100 ക്വസ്റ്റ്യൻസിനുള്ള മെറ്റീരിയൽ അതിൻ്റെ അകത്തുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ സെഷൻസ് എല്ലാം തന്നെ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള സെഷൻസ് ആണ് ഇതൊക്കെ. ഇന്ന് ഞാൻ ഇതിൻ്റെ 3ാമത്തെ സെഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. SSC GD കോൺസ്റ്റബിളിൽ മുൻവർഷ ചോദ്യങ്ങളുടെ സെഷനാണിത്. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് മെറ്റൽ ഇസ് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്? ഹീറ്റിൻ്റെ ബെസ്റ്റ് കണ്ടക്ടർ ഏത് മെറ്റലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഞാൻ ഓപ്ഷൻസ് എല്ലാം വായിച്ച് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യുന്നില്ല, നേരെ ആൻസറിലോട്ട് പോവുകയാണ്. ഇനി നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഓപ്ഷൻസ് ഒക്കെ നോക്കിയിട്ട് പതുക്കെ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ആൻസറും എക്സ്പ്ലനേഷനും അത് നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. ചിലതിനൊന്നും ബേസിക്കലി എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലാത്ത ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെറുതെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയുന്നില്ല. ഓക്കെ, സോ ഏതാണ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്? ഏത് മെറ്റലാണ് ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിൽവർ ആണ്. ഓക്കെ, സിൽവർ ആണ് ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത്. സിൽവർ ഇസ് ദ ബെസ്റ്റ് കണ്ടക്ടർ because it contains free electrons in the outer shell. ഔട്ടർ ഷെല്ലിൻ്റെ അകത്തുള്ള ഫ്രീ ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ് അതിന് ആ ഇലക്ട്രോൺസ് വഴി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ബെസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത്. കോപ്പർ ഈസ് വെൽ നോൺ ഫോർ ഇറ്റ്സ് എബിലിറ്റി ടു ക്യാരി ഇലക്ട്രിസിറ്റി ആൻഡ് ഹീറ്റ് ആഫ്റ്റർ സിൽവർ. അതുകൊണ്ടാണ് നമ്മുടെ കോപ്പർ വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ പാത്രങ്ങളിലും കോപ്പർ പാത്രങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ കാരണം ഇതാണ്. സ്റ്റീലും കൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റീലല്ല, സിൽവർ ഒഴിവാക്കിയിട്ട് കോപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് സിൽവർ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മേക്കപ്പതി വിക്രം റെഡ്ഡി ഹു ബിക്കെയിം ദ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് MLA. അദ്ദേഹം എവിടെ നിന്നാണ് MLA ആയത്? അട്മാക്കൂറിലാണ്. അട്മാക്കൂർ കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ആന്ധ്രാപ്രദേശിൽ നിന്ന് MLA ആയ മേക്കപ്പതി വിക്രം റെഡ്ഡി അദ്ദേഹം ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നാണ് ഇലക്ഷൻ ജയിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹി ബിലോങ്സ് ടു വിച്ച് പൊളിറ്റിക്കൽ പാർട്ടി? സോ അദ്ദേഹം ബിലോങ് ചെയ്യുന്നത് ഏത് പാർട്ടിയിലാണ്? ആരാണ്? മേക്കപ്പതി വിക്രമ റെഡ്ഡി. ആന്ധ്രാപ്രദേശിൽ നിന്നൊരു ഫേമസ് പൊളിറ്റീഷ്യൻ ആണ് അദ്ദേഹം. സോ അദ്ദേഹത്തിന്റെ ചേട്ടൻ മരിച്ചപ്പോൾ അതേ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഇലക്ഷനിൽ നിന്ന് ജയിച്ചതായിരുന്നു അദ്ദേഹം. ഓക്കെ, സോ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ്? YSR കോൺഗ്രസ് പാർട്ടി. ഓപ്ഷൻ ബി YSR കോൺഗ്രസ് പാർട്ടി. YSR കോൺഗ്രസ് പാർട്ടിയുടെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ യുവജന ശ്രമിക റായ്തു കോൺഗ്രസ് പാർട്ടി. ഓക്കെ, സോ യുവജന യൂത്ത് അല്ലെ, ശ്രമിക എന്ന് വെച്ചാൽ ലേബർ, ആൻഡ് റായ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെലുഗു ലാംഗ്വേജ് അല്ലെങ്കിൽ കന്നഡ ലാംഗ്വേജിൽ റായ്ത എന്ന് വെച്ചാൽ ഫാർമർ ആണ്. സോ യുവജന ശ്രമിക റായ്തു കോൺഗ്രസ് പാർട്ടി, യൂത്ത് ലേബർ ഫാർമർ കോൺഗ്രസ് പാർട്ടി എന്നാണ് ഇതിന്റെ മീനിങ്. ഇന്ത്യൻ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടിയാണ്, ആന്ധ്രാപ്രദേശ് ബേസ് ചെയ്തിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയാണിത്. ഇതിന്റെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ, ആന്ധ്രാപ്രദേശിൽ ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററായ YS ജഗൻമോഹൻ റെഡ്ഡിയാണ് ഇതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്, ഈ പാർട്ടിയുടെ പ്രസിഡന്റ്. ആൻഡ് ഇറ്റ്സ് ദ കറന്റ് 5th ലാർജസ്റ്റ് പാർട്ടി ഇൻ ദ ലോക്സഭ വിത്ത് 21 സീറ്റ്സ്. ലോക്സഭയിലെ 5ാമത്തെ ലാർജസ്റ്റ് പാർട്ടിയാണ് ഈ YSR കോൺഗ്രസ് പാർട്ടി. Who among the following became the chief minister of Uttarakhand? ഒരുപാട് ചോദ്യങ്ങൾ ചീഫ് മിനിസ്റ്റേഴ്സിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എല്ലാ ചോദ്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം. ചീഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന പോർഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിട്ട് വേണം പോകാൻ എന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഒരു ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യനെ കണ്ടുള്ളൂ, അതുകൊണ്ട് ചീഫ് മിനിസ്റ്റർ പഠിച്ചതേ ഇല്ല എന്ന് പറയരുത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചീഫ് മിനിസ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ സ്റ്റേറ്റ്സിൻ്റെയും ചീഫ് മിനിസ്റ്റർ അറിഞ്ഞിരിക്കുക.
എസ്പെഷ്യലി നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് റീസെൻ്റ്ലി മാറിയിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ആ സ്റ്റേറ്റ്സിൻ്റെ ചീഫ് മിനിസ്റ്റർ പ്രത്യേകം നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ 2022 മാർച്ച് 2022 ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തരാഖണ്ഡ് ആയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ആരാണ് ഇതിൻ്റെ അകത്ത്? ഓപ്ഷൻ ബി ആണ്, പുഷ്കർ സിംഗ് ധാമിയാണ്. പുഷ്കർ സിംഗ് ധാമി. സോ ഇവിടെ ഞാൻ കുറച്ച് പേരുടെ ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളൂ. റീസെൻ്റ്ലി മാറിയതും അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളായിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഒഡീഷയുടെ ചീഫ് മിനിസ്റ്റർ 23 വർഷമായിട്ടുള്ള ചീഫ് മിനിസ്റ്ററാണ് നവീൻ പട്നായിക്. ഓക്കെ, അതങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഇത് മാത്രം പഠിച്ചാൽ പോരാ, എല്ലാം പഠിക്കണം. ഓക്കെ, സോ ഛത്തീസ്ഗഡിൻ്റേത് ആരാണ്? വിഷ്ണു ദിയോ സായി. വിഷ്ണു ദിയോ സായി ആണ് ഛത്തീസ്ഗഡിൻ്റെ. ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്ററാണ് ഭൂപേന്ദ്ര ഭായ് പട്ടേൽ. ഭൂപേന്ദ്ര ഭായ് പട്ടേൽ. കർണാടക ചീഫ് മിനിസ്റ്റർ റീസെന്റ് ഇലക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് മാറിയതാണ് അല്ലെ, സിദ്ധരാമയ്യാണ് പ്രസന്റ് ചീഫ് മിനിസ്റ്റർ. മധ്യപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആരാണ്? മോഹൻ യാദവ് ആണ്. പിന്നെ രാജസ്ഥാനിലെ ഭജൻ ലാൽ ശർമ്മ. Which of the following former chief minister of Uttar Pradesh passed away in October 2022? Recently, അതായത് ഒക്ടോബർ 22 ഉത്തർപ്രദേശിന്റെ മുൻ ചീഫ് മിനിസ്റ്റർ അന്തരിച്ചു. അത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം മുലായം സിംഗ് യാദവ് ആണ്. ആരാണ്? മുലായം സിംഗ് യാദവ്, മുൻ ചീഫ് മിനിസ്റ്റർ ഓഫ് ഉത്തർപ്രദേശ്. ഓക്കെ, അദ്ദേഹത്തിന് 2023 പത്മവിഭൂഷൺ ലഭിച്ചിരുന്നു. ഓക്കെ, അതായത് മരണാനന്തരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പത്മവിഭൂഷൺ അതുപോലെ തന്നെ പത്മഭൂഷൺ കുറച്ച് പേർക്കായിരിക്കും ലഭിക്കുന്നത്. പത്മശ്രീ ആണ് കൂടുതൽ പേർക്കും ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പത്മശ്രീ പത്മഭൂഷൺ ഒക്കെ എല്ലാം പഠിച്ചിരിക്കണം. അപ്പോൾ പത്മവിഭൂഷൺ 2023 പത്മവിഭൂഷൺ മരണാനന്തരം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു മുലായം സിംഗ് യാദവ്. സോ 2023 പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. When a household's income falls below the amount required to sustain the basic living standard, അതായത് ഫുഡ്, ഷെൽട്ടർ, ഹൗസിംഗ്, അതിനെ പറയുന്നത് എന്താണെന്നാണ്, എന്ത് തരത്തിലുള്ള പോവർട്ടി എന്നാണ് പറയുന്നത്. അതായത് ബേസിക് ആയിട്ട് വേണ്ട നമുക്ക് ജീവിക്കാനായിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ്. നമുക്ക് ഫുഡ് വേണം, ഭക്ഷണം വേണം, ഷെൽട്ടർ വേണം, ഹൗസിംഗ് വേണം അല്ലേ. അപ്പോൾ ഈ 3 സാധനങ്ങൾ പോലും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല, അതിലും താഴ്ന്നതാണ് അവരുടെ ഇൻകം എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള പോവർട്ടി ആണെന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ ആബ്സല്യൂട്ട് പോവർട്ടി എന്നാണ് പറയുന്നത്. ആബ്സല്യൂട്ട് പോവർട്ടി. റിലേറ്റീവ് പോവർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമുക്ക് കിട്ടുന്ന പൈസ നമുക്ക് ചിലവിനുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സിറ്റുവേഷനിൽ മെച്ചം വരുന്നില്ല, അത് അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പുവർ ലെവലിൽ തന്നെയാണ് ഇരിക്കുന്നത്. ജനറേഷണൽ പോവർട്ടി എന്ന് പറയുമ്പോഴേക്കും 2 ജനറേഷൻസ് ആയിട്ട്, അതായത് നമ്മളും പുവറാണ്, നമ്മുടെ ഇതിൻ്റെ മുന്നത്തെ ജനറേഷനും പുവറായിരുന്നു. അപ്പോൾ അങ്ങനെ ജനറേഷൻസ് ആയിട്ട് പുവറായിട്ടിരിക്കുന്ന ആൾക്കാർ, അതാണ് ജനറേഷണൽ പോവർട്ടി എന്ന് പറയുന്നത്. ആൻഡ് സിറ്റുവേഷണൽ പോവർട്ടി എന്ന് പറയുന്നത് ആക്ച്വലി പ്രസന്റ്ലി ഒരു ജോലി പോയി കിടക്കുകയാണ് അല്ലെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂസ് വന്നിട്ട് പോവർട്ടി വരികയാണ്, അതാണ് സിറ്റുവേഷണൽ പോവർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗസ് ഹോൾഡ് ഇൻകം ഫോൾസ് ബിലോ ദി എമൗണ്ട് റിക്വയർഡ് ഫോർ ബേസിക് ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് പോലും മെയിൻറ്റെയിൻ ചെയ്യാത്ത വിധത്തിൽ ഫാമിലി ഇൻകം വളരെ കുറവാണെങ്കിൽ അതിനെ നമ്മൾ അബ്സല്യൂട്ട് പോവർട്ടി എന്നാണ് പറയുന്നത്. ഗോപിക വർമ്മ വൺ 2018 സംഗീത നാടക അക്കാദമി അവാർഡ് ഫോർ ഡാഷ്. എന്തിനു വേണ്ടിയിട്ടാണ് ഗോപിക വർമ്മയ്ക്ക് 2018 സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിച്ചത്? ഓപ്ഷൻ എ, മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ മോഹിനിയാട്ടത്തിൽ നിന്നുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ പേരാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫോക്ക് ഡാൻസേഴ്സ്, അതുപോലെ തന്നെ ക്ലാസിക്കൽ ഡാൻസേഴ്സ്, ഇതെല്ലാത്തിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ ഈയിടെയായിട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഒരു ലിസ്റ്റും ഒരു ധാരണയൊക്കെ ഉള്ളത് നന്നായിരിക്കും. സോ ഇവിടെ മോഹിനിയാട്ടത്തിന് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ, സുനന്ദ നായർ, അതുപോലെ കലാമണ്ഡലം രാധിക, തങ്കമണി, കലാമണ്ഡലം ഹൈമാവതി, ഡോക്ടർ കനക് റെലെ, ഇവരെല്ലാവരും മോഹിനിയാട്ടത്തിലെ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, The Prohibition of Child Marriage Amendment Bill 2021 proposes to increase the age of girls from 18 to എത്ര വയസ്സായിട്ട് കൂട്ടാനാണ്, അതായത് പെൺകുട്ടികളുടെ വിവാഹ പ്രായം പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് അമെൻമെന്റ് ബിൽ 2021 പ്രകാരം 18 നിന്ന് എത്രയായി കൂട്ടണം എന്നാണ് പ്രപ്പോസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 18 നിന്ന് 21 കൂട്ടണം എന്നാണ് പ്രപ്പോസ് ചെയ്തത്. പേപ്പറിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നു അല്ലേ, അപ്പോൾ പേപ്പറൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ 18 വയസ്സിൽ നിന്ന് 21 കൂട്ടണം എന്നാണ് ഇതിൽ പറയുന്നത്. The dash provides for measures to deter fugitive economic offenders from evading the process of law in India by staying outside the jurisdiction of Indian court. ഇത് വായിച്ച് മനസ്സിലായില്ലെങ്കിൽ ഓർക്കുക, നമ്മൾ വിജയ് മാല്യയെ പോലെയുള്ള ആൾക്കാർ, അതായത് ഇവിടെ വലിയ തോതിൽ ലോണൊക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് നാട് വിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അങ്ങനെ ഒളിവിൽ താമസിക്കുന്നവർ, അവരാണ് നമ്മൾ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. അതിനെന്താ പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ദ ഡാഷ് ആക്ട് പ്രൊവൈഡ്സ് ഫോർ മെഷേഴ്സ്, ഏത് രീതിയിൽ വേണം ഇങ്ങനെയുള്ളവരെ ടാക്കിൾ ചെയ്യാനായിട്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ശരിയായ ഉത്തരം ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് ആണ്. ഓക്കെ, 2018 ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് 2018 ആണ്. സോ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ഇസ് എ പേഴ്സൺ. ആരാണ് ഈ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡർ എന്ന് പറയുന്നത്? ഒരു വ്യക്തി അഗെയിൻസ്റ്റ് ഹൂം ആൻ അറസ്റ്റ് വാറണ്ട് ഹാസ് ബീൻ ഇഷ്യൂഡ്. ഓക്കെ, നമ്മുടെ മനസ്സിൽ വിജയ് മാല്യ പോലെ ഒരാൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവം ക്ലിയർ ആവും അല്ലേ? സോ അറസ്റ്റ് വാറണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദ ഒഫൻസ് വാല്യൂ ഈസ് അറ്റ്ലീസ്റ്റ് 100 crores. ഫർദർ ദ പേഴ്സൺ ലെഫ്റ്റ് ദ കൺട്രി. ഓക്കെ, രാജ്യം വിട്ടു, റിഫ്യൂസസ് ടു റിട്ടേൺ, തിരിച്ചു വരുന്നില്ല, in order to avoid facing prosecution. The bill lists 55 economic offences in schedule which includes, അപ്പോൾ 55 ഇത്തരത്തിലുള്ള എക്കണോമിക് ഒഫൻസസ് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിൽ വരുന്നതാണ് കൗണ്ടർ ഫീറ്റിംഗ് ഗവൺമെൻറ് സ്റ്റാമ്പ്സ് ആൻഡ് കറൻസി, അതായത് കള്ളനോട്ട് ഉണ്ടാക്കുക, ഡിസോണിങ് ദ ചെക്സ്, ബെനാമി ട്രാൻസാക്ഷൻസ്, ട്രാൻസാക്ഷൻ ഡിഫ്രോഡിങ് ക്രെഡിറ്റ്, ടാക്സ് ഇവേഷൻ ആൻഡ് മണി ലോണ്ടറിങ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും വരുന്നതാണ് ഈ എക്കണോമിക് ഫ്യൂജിറ്റീവ് ഒഫൻഡേഴ്സ് ആക്ട് 2018. Now, Mahamastagabhishek is a Jain festival celebrated once in every dash years. എത്ര വർഷം കൂടുമ്പോഴാണ് ഈ മഹാമസ്തകാഭിഷേക് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നടത്തുന്നത്? ജൈൻസിൻ്റെ ഫെസ്റ്റിവലാണ്. സോ ജൈൻസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഏതാണത്? കർണാടകയിലെ ശ്രാവണ ബെൽഗോള അല്ലേ? അവിടെ ബാഹുബലിയുടെ അല്ലെങ്കിൽ ഗോമതേശ്വര സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചുവിൽ വലിയൊരു അഭിഷേകമൊക്കെ നടത്തുന്നുണ്ട്. അതാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ ഇത് എത്ര വർഷം കൂടുമ്പോഴാണ് നടത്തുന്നത് എന്നാണ്? 12 വർഷം കൂടുമ്പോഴാണ്. എത്രയാണ്? 12 വർഷം കൂടുമ്പോഴാണ് ഇത് നടത്തുന്നത്. ഓക്കെ, ലാസ്റ്റ് ഇത് നടത്തിയത് 2018. അപ്പോൾ ഇനി എപ്പോഴായിരിക്കും? 2030. ഓക്കെ, ലാസ്റ്റ് നടന്നത് 2018, ഇനി 2030. ഓക്കെ, ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഇവിടെ പോയിന്റ്സിൽ തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ വീണ്ടും വായിക്ക് സമയം കളയുന്നില്ല. ഓക്കെ, എയിം ഓഫ് ലാസ്റ്റ് 5-year പ്ലാൻ, 12 5-year പ്ലാൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ 12ാമത്തെ 5-year പ്ലാനിൻ്റെ മെയിൻ ഉദ്ദേശം എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാസ്റ്റർ, സസ്റ്റൈനബിൾ, മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഓക്കെ, ഫാസ്റ്റർ, പെട്ടെന്നുള്ള, സസ്റ്റൈനബിൾ, മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആയിരിക്കണം എന്നായിരുന്നു 12th 5-year, അതായത് ലാസ്റ്റ് 5-year പ്ലാനിൻ്റെ മെയിൻ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് ലിസ്റ്റ് ഉണ്ടാക്കാനാണ്. 12 5-year പ്ലാൻസിൻ്റെയും ഇതിൻ്റെ അകത്ത് മെയിൻ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കി വെച്ചിട്ട് ഇതൊന്ന് റെഫർ ചെയ്തോളൂ. 11th question. Which one of the following is the oldest football competition? ഇന്ത്യയിലെ ഏറ്റവും പഴയ ഫുട്ബോൾ കോമ്പറ്റീഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഫുട്ബോൾ കോമ്പറ്റീഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പഴയത് ഏതാണെന്നാണ് ഈ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഫുട്ബോൾ കോമ്പറ്റീഷൻസ് ആണ്. ദുരന്ത് കപ്പ്, BC റോയ് ട്രോഫി, സന്തോഷ് ട്രോഫി, ഫെഡറേഷൻ കപ്പൊക്കെ. അപ്പോൾ ഇതിൽ ഏറ്റവും പഴയത് ദുരന്ത് കപ്പാണ്. ഏതാണ്? ദുരന്ത് കപ്പ്. സോ ദുരന്ത് കപ്പ് എന്ന് പറയുന്നത് 1888 മുതൽ നടക്കുന്നതാണ്. ഷിംല, ഹിമാചൽ പ്രദേശിൽ. ഓൾഡസ്റ്റ് എക്സിസ്റ്റിംഗ് ഫുട്ബോൾ ക്ലബ് ടൂർണമെൻറ്റ് ഇൻ ഏഷ്യ. ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴയത് ഇപ്പോഴും നടക്കുന്ന ഒരു കപ്പാണ് ദുരന്ത് കപ്പ്. ആൻഡ് ദ 5th ഓൾഡസ്റ്റ് നാഷണൽ ഫുട്ബോൾ കോമ്പറ്റീഷൻ ഇൻ ദ വേൾഡ് ആണിത്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്. നബാർഡ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ, നബാർഡ്. സോ നബാർഡിൻ്റെ എയിം അറ്റ് പ്രൊവൈഡിങ് ക്രെഡിറ്റ് ആൻഡ് അതർ ഫെസിലിറ്റീസ് ഫോർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഡാഷ് ഇൻഡസ്ട്രി. ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ധനസഹായം നൽകാൻ വേണ്ടിയിട്ടാണ് നബാർഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. ഓക്കെ, നബാർഡിൻ്റെ ഫുൾ ഫോമും ചില സമയത്ത് ചോദിക്കാറുണ്ട്. നാഷണൽ ബാങ്ക്, ഓക്കെ, എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രീസിന് വേണ്ടിയിട്ടായിരിക്കും? റൂറൽ ഇൻഡസ്ട്രീസിന് അല്ലേ? ഓപ്ഷൻ ബി, റൂറൽ ഇൻഡസ്ട്രീസിന്. നബാർഡിൻ്റെ ഫുൾ ഫോം പഠിച്ചല്ലോ. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈയിലാണ്. ഓക്കെ, മുംബൈയിലാണ് നബാർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. പ്രസന്റ് ചെയർമാൻ ആരാണ് എന്ന് ചോദിക്കാം. നബാർഡിൻ്റെ പ്രസന്റ് ചെയർമാൻ മിസ്റ്റർ ഷാജി KV. നബാർഡിൻ്റെ ആരാണ്? ഷാജി KV ആണ്. ഫോർമേഷൻ 1982. ഓക്കെ, 3 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നബാർഡിനെ പറ്റിയുള്ള 3 പോയിന്റ്സ് ആണ്. ഒന്ന്, അത് സ്ഥാപിച്ച വർഷം 1982. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഓക്കെ, ആൻഡ് ഇപ്പോഴത്തെ പ്രസന്റ് ചെയർമാൻ ഷാജി KV. ഹൂ ബ്രേക്സ് ഡൗൺ വേസ്റ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ്? നമ്മൾ വീട്ടിൻ്റെ വേസ്റ്റൊക്കെ വെളിയിലേക്ക് കളയത്തില്ലേ? അപ്പോൾ അത് മണ്ണിൽ കിടന്നത് ഓർഗാനിക് ആയിട്ടുള്ള വേസ്റ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഓർഗാനിക് വേസ്റ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ആരാണ്? ഈ കൊടുത്തിരിക്കുന്നതിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ശരിയായ ഉത്തരം ഡെട്രിറ്റിവോസ് ആണ്. ആരാണ്? ഡെട്രിറ്റിവോസ്. മൈക്രോ ഓർഗാനിസംസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പുഴുക്കളും മൈക്രോ ഓർഗാനിസംസ് എല്ലാം ഇവർ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ഇതിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റും. കാർണിവോസ് എന്ന് വെച്ചാൽ എന്താണ്? മറ്റുള്ള മൃഗങ്ങളെ തിന്നുന്നവരാണ് കാർണിവോസ്. ഓക്കെ. ഒമിനിവോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജ് നോൺ വെജ് രണ്ടും കഴിക്കുന്നവർ. ഓക്കെ. പുല്ലും തിന്നും, അതുപോലെ തന്നെ അല്ലെങ്കിൽ പച്ചക്കറികളും കഴിക്കും, അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളെയും തിന്നുന്നവരാണ് ഒമിനിവോസ്. ഹെർബിവോസ് എന്ന് പറയുന്നത് വെജിറ്റേറിയൻ, അതായത് പുല്ല് തിന്നുന്ന ജീവികൾ, അതാണ് ഹെർബിവോസ്. ഓക്കെ. December 1929, under the presidency of Dash, Lahore Congress formalized the demand of Purna Swaraj. ഹിസ്റ്ററിയിൽ നിന്നുള്ള ചോദ്യമാണ്, അതായത് നമ്മുടെ മോഡേൺ ഹിസ്റ്ററി INC ഒക്കെ ഫോം ചെയ്ത ശേഷം നമ്മുടെ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസിൽ നമ്മൾ കാണുന്ന ഒരു പാർട്ടാണ് അല്ലേ. 1929 പൂർണ്ണ സ്വരാജ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു ലാഹോർ കോൺഗ്രസിൽ വെച്ചിട്ട്. ഓക്കെ. സോ അതിന് മുമ്പ് എന്താ സംഭവിച്ചത്? നമ്മുടെ സൈമൺ കമ്മീഷൻ വരുന്നു, നമ്മളെ ചലഞ്ച് ചെയ്യുന്നു, നെഹ്റു കമ്മിറ്റി ഫോം ചെയ്യുന്നു, നെഹ്റു റിപ്പോർട്ട് കൊടുക്കുന്നു അല്ലേ. നെഹ്റു റിപ്പോർട്ട് കൊടുത്ത ശേഷം നമ്മൾ ഒരു വർഷത്തെ സമയം കൊടുക്കുന്നു ഒരു തീരുമാനം അറിയിക്കാൻ. അതവർ ചെയ്തില്ല. അപ്പോൾ അങ്ങനെ 1929 കോൺഗ്രസ് സെഷനിൽ വെച്ചിട്ട് ജവഹർലാൽ നെഹ്റു, സോ അണ്ടർ ദ പ്രസിഡൻസി ഓഫ് ജവഹർലാൽ നെഹ്റു നമ്മൾ തീരുമാനിക്കുകയാണ് നമ്മൾ പൂർണ്ണ സ്വരാജ്. ഇനി നമുക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് ഒന്നും വേണ്ട, നേരെ നമ്മൾ പൂർണ്ണ സ്വരാജിന് പോവുകയാണ്. എപ്പോഴാണത്? 1929 ലഹോർ സെഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലഹോർ സെഷൻ. ഈ സമയത്താണ് ട്രൈ കളർ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തു ജവഹർലാൽ നെഹ്റു. അതുപോലെ തന്നെ 1930 മുതൽ നമ്മൾ ഇനിയും ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് ജാനുവരി 26 എന്ന് തീരുമാനങ്ങളൊക്കെ എടുത്ത ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് 1929 ലഹോർ സെഷൻ. ഓക്കെ. സോ സെയിം പോയിന്റ്സ് തന്നെയാണ്. 1929 ലഹോർ സെഷനാണ്. ജവഹർലാൽ നെഹ്റു ആണ് ഇതിൻ്റെ പ്രസിഡന്റ്. പൂർണ്ണ സ്വരാജിന് തീരുമാനമായി. ഓക്കെ. ട്രൈ കളർ ഫ്ലാഗ് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിക്കാം. രാവി നദിയുടെ തീരത്താണ്. ഓക്കെ. പിന്നെ 26 ജാനുവരി 1930 നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. Under which article of Constitution does a citizen have the freedom to practice any profession or occupation? അല്ലേ. ഇന്ത്യൻ സിറ്റിസൺസിന് നമുക്കിവിടെ എന്ത് ജോലി വേണമെങ്കിലും ഏത് തൊഴിൽ വേണമെങ്കിലും സ്വീകരിക്കാനും അത് ചെയ്യാനുമുള്ള നമുക്ക് ഫ്രീഡം ഉണ്ട്. അത് കൊടുത്തിരിക്കുന്നത് ഏത് ആർട്ടിക്കിളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 19 ഫസ്റ്റ് ക്ലോസിൽ സബ് ക്ലോസ് G'ക്കകത്താണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ 19. ആർട്ടിക്കിൾ 19ന്റെ ഫസ്റ്റ് ക്ലോസിൽ ഓൾ സിറ്റിസൺസ് ഹാവ് ദ റൈറ്റ് എന്തിനുള്ളത്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ് അല്ലെ, കൂടിച്ചേരാനുള്ള വിത്തൗട്ട് ആംസ്, അതായത് ആയുധങ്ങളൊന്നും ഇല്ലാണ്ട് കൂടിച്ചേരാനുള്ള അവകാശമുണ്ട് നമുക്ക്. ഫോം അസോസിയേഷൻസ് ആൻഡ് യൂണിയൻസ്. പിന്നെ ഫ്രീലി മൂവ് ത്രൂ ഔട്ട് ദി ടെറിട്ടറി ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോകാം അല്ലേ. റിസൈഡ് ആൻഡ് സെറ്റിൽ ഇൻ എനി പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ടെറിട്ടറി. എവിടെ വേണമെങ്കിലും പോയി സെറ്റിൽ ഡൗൺ ചെയ്യാം. പിന്നെ പ്രോപ്പർട്ടി ആയിരുന്നു ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത്, റൈറ്റ് ടു പ്രോപ്പർട്ടി. അത് നമ്മളെടുത്ത് മാറ്റി. പിന്നെ ടു പ്രാക്ടീസ് എനി പ്രൊഫഷൻ ഓർ ടു ക്യാരി ഓൺ എനി ഒക്യുപ്പേഷൻ ട്രേഡ് ഓർ ബിസിനസ്. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് 91 G'ക്കകത്താണ്. ഓക്കെ. Who among the following met Buddha to get his advice on the proposed attack of Vajji? വജ്ജിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരു റൂളർ തീരുമാനിക്കുകയുണ്ടായി. ഓക്കെ. അപ്പോൾ ആ റൂളർ തീരുമാനിച്ചപ്പോൾ ആ റൂളർ അദ്ദേഹത്തിൻ്റെ മിനിസ്റ്ററിനെ ശ്രീ ബുദ്ധൻ്റെ അടുത്ത് അയച്ചിട്ട് അഭിപ്രായം ചോദിച്ചു വജ്ജി അറ്റാക്ക് ചെയ്യുന്നതിനെ പറ്റി. അപ്പോൾ ആരെ പറ്റിയാണ് നമ്മൾ ഈ പറയുന്നത്? സോ ഇവിടെ പറയുന്നത് വസക്കാരെ പറ്റിയാണ്. ഓക്കെ. വസക്കാര അജാതശത്രുവിൻ്റെ മിനിസ്റ്ററായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇദ്ദേഹത്തിനെയാണ് ശ്രീ ബുദ്ധൻ്റെ അടുത്ത് അഭിപ്രായം അറിയാനായിട്ട് വിട്ടത്. So Minister Vasakara was sent by Ajatashatru. ഹരിയാൻക ഡൈനസ്റ്റിയുടെ റൂളറായിരുന്നു അജാതശത്രു. സോ മഗധ് റീജിയനിൽ വരുന്ന ഡൈനസ്റ്റീസിൽ ഫസ്റ്റ് ഡൈനസ്റ്റിയാണ് ഹരിയാൻക ഡൈനസ്റ്റി അല്ലെ. പിന്നെ ശിശുനാഗ ഡൈനസ്റ്റി, പിന്നെ നന്ദ ഡൈനസ്റ്റി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഹരിയാൻക ഡൈനസ്റ്റിയുടെ റൂളറായിരുന്നു അജാതശത്രു. അദ്ദേഹം മഹാത്മാ ബുദ്ധൻ്റെ അടുത്തേക്ക് വസക്കര എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മിനിസ്റ്ററിനെ അയക്കുന്നു. എവിടെ അറ്റാക്ക് ചെയ്യുന്നതിനെ പറ്റി ചോദിക്കാനാണ്, വജ്ജി അറ്റാക്ക് ചെയ്യുന്നതിനെ പറ്റി. Which among the following dance forms is a unique dance form as the performer are dressed as women and is popular in part of Odisha? ഒഡീഷയിലെ ഒരു ഫേമസ് ഡാൻസ് ഫോം ആണ്. ഇതിൽ ഡാൻസ് പെർഫോം ചെയ്യുന്ന ഡാൻസേഴ്സ് ആക്ച്വലി ബോയ്സ് ആണ്, പക്ഷെ സ്ത്രീകളെ പോലെ വേഷം കെട്ടിയിട്ടാണ് അവർ ഡാൻസ് കളിക്കുന്നത്. ഏത് ഡാൻസിനെ പറ്റിയാണ് ഈ പറയുന്നത്? ശരിയായ ഉത്തരം ഗോത്തിപ്പുവ ഡാൻസ് ആണ്. ഓക്കെ. ഒഡീഷയിലെ ഗോത്തിപ്പുവ ഡാൻസ്. ഗോത്തിപ്പുവ ഡാൻസ് ഇസ് എ പ്രിക്കേഴ്സർ ഓഫ് ഒഡീസി ഡാൻസ്. ഒഡീസി ഡാൻസിൻ്റെ ഒരു മുന്നത്തെ വേർഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. ഇങ്ങനെയാണ് ഡ്രസ്സപ്പ് ചെയ്യുന്നത്. ബോയ്സ് ആണ് ഗേൾസിനെ പോലെ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഗോത്തിപ്പുവ. ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് ഡാഷ് ടൈപ്പ്. ഇന്ത്യയുടെ ക്ലൈമറ്റ് എങ്ങനെയുള്ള ക്ലൈമറ്റ് ആണ് ഇന്ത്യയുടേത്? മോൺസൂൺ ക്ലൈമറ്റ് ആണ് അല്ലേ. മോൺസൂൺ ക്ലൈമറ്റ് ആണ്.
സുൽത്താൻ ജോഹോർ കപ്പ് ഏത് സ്പോർട്സിനോട് റിലേറ്റഡ് ആണ്? സുൽത്താൻ ജോഹോർ കപ്പ് എന്ന് പറയുന്നത് ഹോക്കിയോട് റിലേറ്റഡ് ആണ് കേട്ടോ. സോ ഇറ്റ്സ് ആൻ ആനുവൽ ഇന്റർനാഷണൽ അണ്ടർ-21 ഫീൽഡ് ഹോക്കി ടൂർണമെന്റ് ഹെൽഡ് ഇൻ മലേഷ്യ. എവിടെയാണ്? മലേഷ്യ. ഫസ്റ്റ് നടന്നത് 2011 ഓക്കെ, 2011 ജോഹോർ കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. സുൽത്താൻ ഓഫ് ജോഹോർ കപ്പ് അണ്ടർ-21 ആണ് ഇത് നടക്കുന്നത്. മെൻസ് അണ്ടർ-21 ആണ്, ഫീൽഡ് ഹോക്കിയാണ്, മലേഷ്യയിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും സക്സസ്ഫുൾ ടീം എന്നറിയപ്പെടുന്നത് ഇന്ത്യയും ഗ്രേറ്റ് ബ്രിട്ടനുമാണ്. ഇൻ പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ, ഓക്കെ, ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഇന്ത്യയിൽ ഫസ്റ്റ് എലക്റ്റഡ് പാർലമെന്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ. ഏതാണ് ഫസ്റ്റ് എലക്റ്റഡ് പാർലമെന്റ്? ഇൻഡിപെൻഡൻസിന് ശേഷം വീണ്ടും എലക്ഷൻസ് ഉണ്ടാകുന്നു, അങ്ങനെ വീണ്ടും പാർലമെന്റ് വരുന്നു. അപ്പോൾ അത് ഏത് പാർലമെന്റ് ആയിരുന്നു? ആദ്യത്തെ എലക്റ്റഡ് പാർലമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഏപ്രിൽ 1952. ഓക്കെ, 1951-52 നമുക്ക് ഫസ്റ്റ് എലക്ഷൻസ് ഒക്കെ നടക്കുന്നത്. ഓക്കെ, ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫസ്റ്റ് എലക്ഷൻ ഒക്കെ നടക്കുന്നു. ആൻഡ് അങ്ങനെ ഫസ്റ്റ് എലക്റ്റഡ് പാർലമെന്റ് 1952 ഏപ്രിൽ 1952 വരുന്നു. ഡാഷ് ഇസ് ദ കോമൺ നെയിം ഓഫ് സിലിക്കൺ ഡയോക്സൈഡ്. സിലിക്കൺ ഡയോക്സൈഡിന്റെ കോമൺ നെയിം എന്താണ്? ക്വാഡ്സ് എന്നാണ്. ഓക്കെ, ക്വാഡ്സ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാസ്റ്റർ ഓഫ് പാരീസ് കേട്ടാണ് നമ്മൾ. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫൈൻ വൈറ്റ് പൗഡർ ഓഫ് കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ്. ഹെമി എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി അല്ലേ, സ്ഫിയർ, ഹെമിസ്ഫിയർ, പകുതി സ്ഫിയർ. സോ ഹെമി ഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ half H2O ആണ്. ഓക്കെ, സോ കാൽഷ്യം സൾഫേറ്റ് ആണ്. ഓക്കെ, പ്ലാസ്റ്റർ ഓഫ് പാരീസ് കാൽഷ്യം സൾഫേറ്റ് ഹെമി ഹൈഡ്രേറ്റ് ആണ്. സ്ലേക്ഡ് ലൈം എന്ന് പറയുന്നത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണ്, CaOH twice ആണ് സ്ലേക്ഡ് ലൈം എന്ന് പറയുന്നത്. വൈറ്റ് വിട്രിയോൾ, ഓയിൽ ഓഫ് വിട്രിയോൾ ഉണ്ട്, ഗ്രീൻ വിട്രിയോൾ ഉണ്ട്, ബ്ലൂ വിട്രിയോൾ ഉണ്ട്, റെഡ് വിട്രിയോൾ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം. വൈറ്റ് വിട്രിയോൾ എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫേറ്റ് ഹെപ്റ്റാ ഹൈഡ്രേറ്റ് എന്നാണ്. ഹെപ്റ്റ എന്ന് പറയുമ്പോൾ എത്ര ഉണ്ട്? 7 എണ്ണം അല്ലേ, അപ്പോൾ 7H2O ആണ്. ഓക്കെ, a budget document that relates to the assets and liabilities in the capital account of the government is referred to as. ഓക്കെ, ബഡ്ജറ്റ് ഡോക്യുമെന്റ് ആണിത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഗവൺമെന്റിന്റെ അസറ്റുകൾ എന്തൊക്കെയുണ്ട്, ലയബിലിറ്റീസ് എന്തൊക്കെയുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ക്യാപിറ്റൽ ബഡ്ജറ്റ് ആണ്. എന്താണ് ക്യാപിറ്റൽ ബഡ്ജറ്റ്? റവന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷോസ് ദ കറന്റ് റെസീപ്റ്റ്സ് ഓഫ് ദ ഗവൺമെന്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ക്യാൻ ബി മെറ്റ് വിത്ത് ദീസ്. ഓക്കെ, as of November 2022, who is the president of Bharatiya Janata Party? BJP president ആരാണ്? ഇപ്പോഴത്തെ പ്രസന്റ് BJP പ്രസിഡന്റ് ആരാണ്? ന്യൂസൊക്കെ കേൾക്കുന്ന ആൾക്കാർക്ക് പറയാൻ പറ്റും, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഓക്കെ, അപ്പോൾ ന്യൂസ് കേൾക്കുക, ന്യൂസ് പേപ്പർ വായിക്കുക, ഇതൊന്നും ലൈറ്റ്ലി എടുക്കരുത്. സോ പ്രസിഡന്റ് ഓഫ് BJP ആരാണ്? പ്രസിഡന്റ് ഓഫ് BJP ഇപ്പോഴത്തെ JP നദ്ദ അല്ലേ, JP നദ്ദ, ജഗത് പ്രകാശ് നഡ്ഡ. Which of the following activities related to the tertiary sector of economy? എക്കോണമിക്ക് 3 സെക്ടറാണ്, പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷറി അല്ലേ. പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോഴേക്കും നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രൈമറി സെക്ടർ. മാനുഫാക്ചറിങ് വരുന്നത് നമ്മുടെ സെക്കൻഡറി സെക്ടറിലാണ്. ടേഴ്ഷറി സെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? അതിനപ്പുറമുള്ള സെക്ടറാണ്. ബാക്കിയുള്ളതൊക്കെ വരുന്നത് ടേഴ്ഷറി സെക്ടറാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൽ ടേഴ്ഷറി സെക്ടറിൽ വരുന്നത് എന്താണ്? സ്റ്റോറേജ്. ഓക്കെ, ഫിഷിംഗ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി സെക്ടറിൽ വരും. ഓട്ടോമൊബൈൽ പ്രൊഡക്ഷൻ നമ്മുടെ സെക്കൻഡറി സെക്ടറിൽ വരും. ഓക്കെ, ക്ലോത്ത് വീവിങ് നാച്ചുറൽ സാധനമാണ്, അപ്പോൾ അതും പ്രൈമറി സെക്ടർ. അപ്പോൾ സ്റ്റോറേജ് ആണ് ടേഴ്ഷറി സെക്ടറിലോട്ട് വരുന്നത്. സർവീസസ് ഒക്കെയാണ് ടേഴ്ഷറി സെക്ടർ. ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് ദ പല്ലവാസ് മെൻഷൻ എ നമ്പർ ഓഫ് ലോക്കൽ അസംബ്ലീസ്. ഓക്കെ, ലോക്കൽ അസംബ്ലീസ് ഉള്ളതായിട്ട് പല്ലവാസിന്റെ ഇൻസ്ക്രിപ്ഷൻ്റെ അകത്ത് ലോക്കൽ അസംബ്ലീസ് ഉണ്ടായിരുന്നു, കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. ദീസ് ഇൻക്ലൂഡ് ദ ഡാഷ്, ഒരു പർട്ടിക്കുലർ അസംബ്ലി വിച്ച് ഇസ് എൻ അസംബ്ലി ഓഫ് ബ്രാഹ്മിൻ ലാൻഡ് ഓണേഴ്സിന്റെ കൂട്ടായ്മ. അതിനെ പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനെ പറയുന്നത് സഭ എന്നായിരുന്നു. ഓക്കെ, സഭ. ദ ബെഡ് റോക്ക് ഓഫ് ഇന്ത്യൻ ഡെമോക്രസി, ഏറ്റവും ബേസിക് സംഭവം, ഇസ് എ റൂൾ ഓഫ് ലോ ആൻഡ് ദാറ്റ് മീൻസ് ദാറ്റ് വി ഹാവ് ടു ഹാവ് എന്ത് റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് എന്താണ്? വി ഹാവ് ടു ഹാവ് ആൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി അല്ലേ. നമ്മുടെ ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. ജുഡീഷ്യറിയെ മറ്റാരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. ജുഡീഷ്യറി എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നാലാണ് തീരുമാനങ്ങളൊക്കെ നമ്മുടെ അൺബയസ്ഡ് ആയിട്ട് കിട്ടത്തുള്ളൂ അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ബെഡ് റോക്ക് ഓഫ് ഇന്ത്യാസ് ഡെമോക്രസി. നമ്മുടെ ജുഡീഷ്യറി ഇൻഡിപെൻഡൻ്റ് ആണ്. വിച്ച് മൗണ്ടൻ റേഞ്ച് പ്രിവെൻറ്റ്സ് കോൾഡ് സൈബേറിയൻ വിൻഡ്സ് ഫ്രം എൻറ്ററിങ് ഇന്ത്യ? കോൾഡ് സൈബേറിയൻ വിൻഡുകൾ ഇന്ത്യയിലോട്ട് എൻ്റർ ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഏത് മൗണ്ടൻ റേഞ്ചസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ് ആണ്. ഓക്കെ, ഓപ്ഷൻ എ ഹിമാലയൻ മൗണ്ടൻ റേഞ്ചസ്. Who has replaced Ajit Mohan as a new Indian head of Meta? നവംബർ 2022 ഇന്ത്യൻ ഹെഡ് ഓഫ് മെറ്റ. അതുവരെ അജിത് മോഹൻ ആയിരുന്നു, അപ്പോൾ അദ്ദേഹത്തിന് റീപ്ലേസ് ചെയ്തു. ഇപ്പോൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തേത് സന്ധ്യ ദേവനാഥനാണ്. ഓക്കെ, സന്ധ്യ ദേവനാഥൻ. Which among the following classical dance forms was originally known as സാതിരാട്ടം? സാതിരാട്ടം എന്നറിയപ്പെട്ടിരുന്ന ഡാൻസ് ഫോം ഏതാണ്? പല എക്സാംസിനും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. വളരെ ബേസിക് ആണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതെങ്കിലുമൊക്കെ എക്സാമിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിരിക്കാൻ ചാൻസസ് ഉണ്ട്. സാതിരാട്ടം എന്നറിയപ്പെടുന്നത് ഭരതനാട്യത്തിനെയാണ്. ഓക്കെ, ഭരതനാട്യത്തിൻ്റെ ഒരു പഴയ പേരാണ് സാതിരാട്ടം എന്ന് പറയുന്നത്. Next question. Economists who have found that a poor nation can only progress only if they have good dash. ഒരു poor nation പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് വേണ്ടത്? ഗുഡ് എന്ത് വേണം? ഗുഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ ഉണ്ടെങ്കിലാണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ സെക്ടർ. നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇതാണ്. നമ്മളിതൊരു റിവിഷൻ സെഷൻ പോലെയാണ് നടത്തുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാനല്ല ഉദ്ദേശിക്കുന്നത്, നിങ്ങളോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്കിത് സ്പീഡ് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേൾക്കാം. ഓക്കെ, now who among the following was awarded TTK Memorial Award by Madras Music Academy? TTK മെമ്മോറിയൽ അവാർഡ് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത്? ഈ കൊടുത്തിരിക്കുന്നതിൽ ആർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെമ്പതി ചിന്ന സത്യം, കുച്ചിപ്പുടി ഡാൻസറാണ് അദ്ദേഹം. സോ മെഡ്രാസ് മ്യൂസിക് അക്കാഡമി കൊടുക്കുന്ന TTK മെമ്മോറിയൽ അവാർഡ് ലഭിച്ചിരിക്കുന്നത് വെമ്പതി ചിന്ന സത്യം. മ്യൂസിക് അക്കാഡമി ഇൻസ്റ്റിറ്റ്യൂട്ട് സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് ഇനീഷ്യലി 1950 സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് ആണ് കൊടുത്തിരുന്നത്. അത് പിന്നീട് 1980s ആയപ്പോഴാണ് അതിൻ്റെ പേര് TTK അവാർഡ് എന്നാക്കിയത്. ഇൻ മെമ്മറി ഓഫ് TT കൃഷ്ണമാചാരി, ഫോമർ യൂണിയൻ മിനിസ്റ്റർ ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഇതിൻ്റെ പേര് TTK അവാർഡ് എന്നാക്കിയത്. ഓക്കെ, ഇത് ആർക്കാണ് കൊടുക്കുന്നത്? എല്ലാ വർഷവും 2 സീനിയർ പെർഫോമിംഗ് ആർട്ടിസ്റ്റിനാണ് കൊടുക്കുന്നത്. 2 സീനിയർ പെർഫോമിംഗ് ആർട്ടിസ്റ്റിന് ആനുവലി കൊടുക്കുന്ന ഒരു അവാർഡാണ് ഇത്, TTK അവാർഡ്. ഓക്കെ, 2022 ഇത് ലഭിച്ചിരിക്കുന്നത് AV ആനന്ദിനാണ്. മൃദംഗം പ്ലെയർ ആണ് അദ്ദേഹം, AV ആനന്ദ്. അതുപോലെ തന്നെ ശ്രീ നെമണി സുമയ ജുലു. ഓക്കെ, അദ്ദേഹം ഈ ജലതരംഗിണി, കുറേ ഇങ്ങനെ പാത്രങ്ങളിൽ വെള്ളം വെച്ചിട്ട് അത് വെച്ച് മ്യൂസിക് ഉണ്ടാക്കുന്നില്ലേ, അതാണ് ജലതരംഗിണി. അപ്പോൾ ശ്രീ നേമണി സുമയ ജുലു അദ്ദേഹത്തിനും AV ആനന്ദിനുമാണ് 2022 ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, വെമ്പതി ചിന്ന സത്യം കുച്ചിപ്പുടി ഡാൻസറാണ്. Next question. Samadhan portal allows online registration with the intent to make justice for workmen simple and quick. Industrial dispute is raised before dash of the area. Okay. So Samadhan portal എന്ന് പറയുന്നത് ലേബറേഴ്സിൻ്റെ പ്രശ്നങ്ങൾ വേഗം തന്നെ തീർക്കാനായിട്ടുള്ള ഒരു ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആരുടെ മുന്നിലാണ് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസിലിയേഷൻ, ഓക്കെ, റിക്കൺസിലിയേഷൻ എന്നൊക്കെ പറയില്ല, അപ്പോൾ അതുപോലെ കൺസിലിയേഷൻ ഓഫീസറിൻ്റെ മുന്നിലാണ്. സമാധാൻ പോർട്ടൽ ലോഞ്ച് ചെയ്തത് 2020 ഓക്കെ, ഇറ്റ്സ് എ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ് ബൈ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ടു മേക്ക് സിസ്റ്റം ട്രാൻസ്പെറൻറ്റ്, മോർ എഫിഷ്യൻറ്റ് ആൻഡ് life of workmen and union and other stakeholders smooth by giving them single platform to raise their grievance. Okay, which of these is a micronutrient? അപ്പോൾ ന്യൂട്രിയൻസ് തന്നെ മാക്രോയും ഉണ്ട്, മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്. മാക്രോ എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ അളവിൽ വേണ്ടത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീൻ ഒക്കെ മാക്രോ ന്യൂട്രിയൻസ് ആണ്. ചെറിയ അളവിൽ വേണ്ടതാണ് മൈക്രോ ന്യൂട്രിയൻസ്. നമ്മുടെ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ് മൈക്രോ ന്യൂട്രിയൻ. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതിൻ്റെ അകത്ത് അയൺ എന്ന് പറയുന്നത് ഒരു മിനറലാണ് അല്ലേ, അപ്പോൾ അയൺ ആണ് ഇവിടെ മൈക്രോ ന്യൂട്രിയൻറ്റ്. ഓക്കെ, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ന്യൂട്രിയൻസ് 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്, മാക്രോ ന്യൂട്രിയൻറ്റും മൈക്രോ ന്യൂട്രിയൻറ്റും. മാക്രോയിൽ വരുന്നതാണ് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ്. മൈക്രോയിൽ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. What was the female literacy rate of India as per census 2021? ലാസ്റ്റ് സെൻസസ് നമ്മുടെ നടന്നിരിക്കുന്നത് 2011 അല്ലേ, 2011 നടന്നിരിക്കുന്നത്. അത് പ്രകാരം ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഇന്ത്യയിൽ എത്രയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഓപ്ഷൻ ബി 65.46. 65.46 ഉള്ളൂ നമ്മുടെ ഫീമെയിൽ ലിറ്ററസി റേറ്റ്. ഇന്ത്യയുടെ മൊത്തത്തിലെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 74.04 ആണ് കേട്ടോ. 74.04 ഇന്ത്യയുടെ ലിറ്ററസി റേറ്റ് ആണ്.
അതിൽ മെയിൽസിൻ്റെ ശതമാനം എന്ന് പറയുന്നത് 82.14 ഫീമെയിൽസിൻ്റെ 65.46 ഇനി ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? കേരളമാണ്. എന്നാൽ ഏറ്റവും കുറവുള്ളത് ഏതാണ്? ബീഹാറാണ്. വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഫോംഡ് വെൻ ലെഡ് റിയാക്ട്സ് വിത്ത് കോപ്പർ ക്ലോറൈഡ്? ലെഡ് കോപ്പർ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലെഡ് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്യും അല്ലേ? സോ ലെഡ് ക്ലോറൈഡ് ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആകെ ഇവിടെ മാത്രമേ ഉള്ളൂ ലെഡ് ക്ലോറൈഡ്. സോ ലെഡ് ക്ലോറൈഡ് ആൻഡ് കോപ്പറാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇതാണ് നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ്. അപ്പോൾ ഇതിൽ മേളിൽ നിന്ന് താഴത്തോട്ട് വരുന്തോറും റിയാക്ടിവിറ്റി കുറഞ്ഞു വരും. അപ്പോൾ ഇതിൽ നമ്മുടെ ലെഡ് ഇവിടെയാണ് വരുന്നത് ആൻഡ് കോപ്പർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് കൂടുതൽ റിയാക്റ്റീവ് അല്ലേ? അപ്പോൾ കോപ്പർ ക്ലോറൈഡിൻ്റെ അകത്ത് നിന്ന് കോപ്പറിനെ മാറ്റിയിട്ട് ലെഡ് അവിടെ കയറി വരും. ഓക്കെ. The people of Kashmir dedicates the Navre festival to goddess Dash and pay homage to her during the festival. So കശ്മീരിൽ ഒരു ഫെസ്റ്റിവലാണ് നവറെ ഫെസ്റ്റിവൽ. അതിൽ ഏത് ഗോഡസിനെയാണ് ആരാധിക്കുന്നത്? അതിൽ ആരാധിക്കുന്നത് ശാരിക എന്ന് പറയുന്ന ഗോഡസിനെയാണ്. ആരാണ്? ശാരിക. മീരാബായി ചാനു വെയ്റ്റ് ലിഫ്റ്റിംഗ് അല്ലേ? മീരാബായി ചാനു വെയ്റ്റ് ലിഫ്റ്റിങ്ങിലുള്ളവരാണ്. സോ വെയ്റ്റ് ലിഫ്റ്റിങ്ങിലുള്ള മീരാബായി ചാനു ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് സ്റ്റേറ്റിലാണ് ബിലോങ് ചെയ്യുന്നത്? മണിപ്പൂരാണ്. ഓപ്ഷൻ ബി മണിപ്പൂർ. സോ മീരാബായി ചാനു അതുപോലെ കർണം മല്ലേശ്വരി രണ്ടുപേരും ഇന്ത്യയിൽ നിന്നുള്ള ഒളിമ്പിക്സ് ഗോൾഡ് വിന്നേഴ്സ് ആണ് വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ. ഷീ വൺ സിൽവർ മെഡൽ ഇൻ 2020 ടോക്കിയോ ഒളിമ്പിക്സ് ഇൻ വിമൻസ് 49 kg കാറ്റഗറി. ആര്? മീരാബായി ചാനു. മീരാബായി ചാനുവിന് 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ സിൽവർ മെഡലാണ് ലഭിച്ചത്. ഓക്കെ. ഷീ ലിഫ്റ്റഡ് എ ടോട്ടൽ ഓഫ് 201 kg ടു വിൻ ഗോൾഡ് മെഡൽ ഇൻ കോമൺവെൽത്ത് ഗെയിംസ് 2022. 2022 നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഗോൾഡ് മെഡൽ ലഭിച്ചിരുന്നു. ഓക്കെ. 201 kg ആണ് അവർ ലിഫ്റ്റ് ചെയ്തത്. പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേജർ ധ്യാൻ ചന്ദ് ഖേൽ രത്ന അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. With which country did India had a war in the region of McMahon Line 1962? 1962 war എന്ന് പറയുമ്പോൾ ആരൊക്കെ തമ്മിലായിരുന്നു? ഇന്ത്യ ചൈന യുദ്ധമാണ്. ഇന്ത്യ ചൈന യുദ്ധം. He is perhaps best known for his speech at the Parliament of World's Religions in Chicago in 1863. അപ്പോൾ Chicago World's Religion Parliament of World's Religion in Chicago 1893 ഒരു ഫേമസ് സ്പീച്ച് ഉണ്ട്. അതിൻ്റെ ഓഡിയോ ഇപ്പോഴും നമുക്ക് സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. ആരെ പറ്റിയാണ് ഈ പറയുന്നത്? സ്വാമി വിവേകാനന്ദനെ പറ്റിയാണ് അല്ലേ? സ്വാമി വിവേകാനന്ദ. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ നെയിം എന്ന് പറയുന്നത് നരേന്ദ്രനാഥ് ദത്ത എന്നാണ്. നരേന്ദ്രനാഥ് ദത്ത. കാൽക്കട്ടയിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേര് പലപ്പോഴും ചോദിക്കാറുണ്ട്. രാമകൃഷ്ണ പരമഹംസ. അതുകൊണ്ടാണ് രാമകൃഷ്ണ മിഷനാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പേരിൽ 1897. ഫസ്റ്റ് വേദാന്ത സൊസൈറ്റി ഇൻ ന്യൂയോർക്ക് സ്റ്റാർട്ട് ചെയ്തത് 1894 ആൻഡ് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ് 12th ജാനുവരി. സ്വാമി വിവേകാനന്ദൻ്റെ ബർത്ത്ഡേ ആണ്. നാഷണൽ യൂത്ത് ഡേ ആയിട്ടാണ് നമ്മളത് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ. 2 പേപ്പേഴ്സാണ്. മന്ത്ലി പ്രബുദ്ധ ഭാരത് ഇംഗ്ലീഷിലും ഉദ്ബോധൻ ബംഗാളിലും. The inaugural winners of Hero Indian Super League was ATK, which is a football club based. അപ്പോൾ ഫുട്ബോളിലുള്ള ഒരു ഗെയിമാണ് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഇനോഗ്രൽ ഇയറിൽ ATK ആണ് ഇത് ജയിച്ചത്. അപ്പോൾ ATK എന്ന് പറയുന്നത് എവിടെയുള്ളൊരു ഫുട്ബോൾ ക്ലബ്ബാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ATKയുടെ K എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ എ കൊൽക്കത്തയാണ് ശരിയായ ഉത്തരം. 2014 ഫസ്റ്റ് നടക്കുന്നത് ഈ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മാച്ചാണിത്. ഓക്കെ. ആൻഡ് ദ ടോപ്പ് ഫ്ലൈറ്റ് ഫുട്ബോൾ ലീഗാണ്. ദ സീസൺ ഫീച്ചർഡ് 8 teams. In a food chain, dash can be taken as the average value of the amount of organic matter that is present at each step and reaches the next level. ഫുഡ് ചെയിൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ജീവി ഒന്നിനെ തിന്നുന്നു, അതിനെ മറ്റൊന്ന് തിന്നുന്നു, അതിനെ മറ്റൊന്ന്. ഇതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇത് കഴിക്കുന്നത്? എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ ഒന്ന് മറ്റൊന്നിനെ തിന്നുമ്പോൾ എത്ര എനർജിയാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്നത്? ഓരോ ലെവലിലും എത്ര എനർജിയാണ് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെറും 10%. ഓക്കെ. വെറും 10% ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാക്കി 80 to 90% നഷ്ടപ്പെടുകയാണ്. ഓക്കെ. All executive actions of the governor of the state shall be expressed to be taken in the name of dash. പലരും ഇവിടെ തെറ്റിക്കും.
എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ആരുടെ പേരിലാണ് ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് എടുക്കുന്നത്? ഗവർണറുടെ പേരിൽ തന്നെയാണ്. പലരും ഇവിടെ പ്രസിഡന്റ്, ഓപ്ഷനിൽ പ്രസിഡന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ചാടി കയറി പ്രസിഡന്റ് ഒക്കെ കൊടുക്കും. പ്രസിഡന്റ് അല്ല, ഗവർണറുടെ പേരിൽ തന്നെയാണ് എക്സിക്യൂട്ടീവ് ആക്ഷൻസ് ഒക്കെ എടുക്കുന്നത്. In 1986, an operation had to be conducted against the terrorists in Golden Temple. പലരും കേട്ട് കാണും ഇത് അല്ലേ. അതിന് മുന്നേ ഇന്ദിരാഗാന്ധിയുടെ സമയത്തും ഇങ്ങനൊരു ഓപ്പറേഷൻ നടന്നിട്ടുണ്ടായിരുന്നു ഗോൾഡൻ ടെമ്പിളിൽ ടെററിസ്റ്റ് കയറിയിട്ട് അല്ലേ. പിന്നീട് 1886 നടന്നു. വാട്ട് വാസ് ദ നെയിം ഓഫ് ദിസ് 1886 നടന്ന ഓപ്പറേഷൻ്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. ഓക്കെ, ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ 1986 നടന്നതിൻ്റെ പേരാണ് ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടർ. രാജീവ് ഗാന്ധി ആയിരുന്നു ഈ സമയത്ത് പ്രൈം മിനിസ്റ്റർ. ഓക്കെ, സോ അതിന് മുന്നേ നടന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു, അത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയിരുന്നു. ഓക്കെ, വിഷു ഇസ് പ്രിഡോമിനൻ്റ്ലി സെലിബ്രേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. കേരളത്തിൻ്റെ ന്യൂ ഇയർ ആണ് വിഷു, കേരളാസ് ന്യൂ ഇയർ. അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേറ്റ്സിനും ഉണ്ട് അതേ സമയത്ത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, കേരളത്തിൽ വിഷു സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ചാബിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്, അല്ലെങ്കിൽ കർണാടകയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ഏതാണ്, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കേരളത്തിൽ വിഷു നടക്കുമ്പോൾ പഞ്ചാബിൽ ബൈസാഖിയാണ്. ഓക്കെ, ബൈസാഖി. ബീഹാർ ജാർഖണ്ഡ് റീജിയനിൽ ജൂഡ് ശീതൽ, എന്താണ് ജൂഡ് ശീതൽ. ഇനി നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ ബൊഹാഗ് ബിഹു ഓർ റോങ്കാലി ബിഹു. ഇതൊരിക്കൽ ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഇത് വന്നിട്ടുണ്ട്, ഞാൻ ക്ലബ് ചെയ്തതാണ്. ബൊഹാഗ് ബിഹു അല്ലെങ്കിൽ റൊങ്കാലി ബിഹുവിനെയും അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ബൊഹാഗ് ബിഹു എന്നാണ്. ഓക്കെ, കാരണം പല ബിഹു ഉണ്ട്. അപ്പോൾ അതിൽ ബൊഹാഗ് ബിഹുവും റൊങ്കാലി ബിഹുവുമാണ് സെയിം ന്യൂ ഇയർ ആണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൻ്റെ മെയിൻലി അസാമിൻ്റെയാണ് റൊങ്കാലി ബിഹു ഓർ ബൊഹാഗ് ബിഹു. ഇനി മഹാരാഷ്ട്രയിൽ ഈ സമയത്ത് ഗുഡി പാഡ്വ. എന്താണ് ഗുഡി പാഡ്വ? കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശിൽ ഉഗാദിയാണ്. എന്താണ് ഉഗാദി? പാർസീസിൻ്റെ ജംഷേദി നവറോസ് ആണ്. ആൻഡ് വെസ്റ്റ് ബംഗാളിൽ പൊഹേല ബൊയ്ശാഖുമാണ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂ ഇയേഴ്സിൻ്റെ പേരൊക്കെ പഠിച്ചു വയ്ക്കാം. ഫ്രം ദ ഡാഷ് ബഡ്ജറ്റ് ദ പ്രാക്ടീസ് ഓഫ് ഷോയിങ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഹാസ് ബീൻ ഡിസ്കണ്ടിന്യൂഡ് ഇൻ ഇന്ത്യ. ബഡ്ജറ്റ് ഡെഫിസിറ്റ് കാണിക്കൽ ഒഴിവാക്കിയത് ഏത് ബഡ്ജറ്റ് മുതലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 1997, 98 മുതലാണ് ബഡ്ജറ്റ് ഡെഫിസിറ്റ് കാണിക്കാത്തത്. മാക്സിമം ലെങ്ത് ഓഫ് ദ ടച്ച് ലൈൻ ഇൻ ദ ഫുട്ബോൾ മാച്ച്. ടച്ച് ലൈനിൻ്റെ മാക്സിമം ലെങ്ത് എത്രയാണെന്നാണ്? 110 മീറ്റർ ആണ്. ഓക്കെ, 110 മീറ്റർ ആണ്. ഇതുപോലെ ചോദിച്ചിട്ട് മറ്റൊരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ബാഡ്മിൻ്റൺ പോസ്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണ്? ബാഡ്മിൻ്റൺ പോസ്റ്റ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഹൈറ്റ് എത്രയാണ്? 1.55 മീറ്റേഴ്സ് ആണ്. A nation that has positive net export enjoys a trade dash. പോസിറ്റീവ് നെറ്റ് എക്സ്പോർട്ട്, അതായത് ധാരാളമായിട്ട് നെറ്റ് എക്സ്പോർട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ട്രേഡ് സർപ്ലസ് ഉണ്ടെന്നാണ് അല്ലേ. സർപ്ലസ് എന്ന് വെച്ചാൽ എന്താ? കൂടുതൽ. അപ്പോൾ ട്രേഡ് സർപ്ലസ്. ദ സൺ ഈസ് അബൌട്ട് ഡാഷ് കിലോമീറ്റേഴ്സ് അവേ ഫ്രം ദ എർത്ത്. എത്ര ദൂരത്തിലാണ് സണ്ണ്? 150 മില്യൺ കിലോമീറ്റേഴ്സ്. 150 മില്യൺ കിലോമീറ്റേഴ്സ്. ദി 108 ഫീറ്റ് ബ്രോൺസ് സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി. സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി എവിടെയാണ്? ബംഗളൂരിലാണ് അല്ലേ. സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി എവിടെയാണുള്ളത്? ബംഗളൂരുവിലാണ്. 108 ഫീറ്റ് ടോൾ ആയിട്ടുള്ള ബ്രോൺസ് സ്റ്റാച്യു ആണിത്. ഇനോഗ്രേറ്റ് ചെയ്തത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആയിരുന്നു. ഇറ്റ് വാസ് ബിൽഡ് ടു കൊമമറേറ്റ് ഹൂം. ആർക്കുള്ള റെസ്പെക്റ്റിന് സൂചകമായിട്ടാണ് ഈ ഒരു സ്റ്റാച്യു പണിതിരിക്കുന്നത്, അല്ലെങ്കിൽ ആരുടെ സ്റ്റാച്യു ആണ് ഈ പണിതിരിക്കുന്നത്? നാട് പ്രഭു കെമ്പഗൌഡ. ഓക്കെ, ഇത് പണിതിരിക്കുന്നത് നമ്മുടെ ബംഗളൂരു എയർപോർട്ടിലാണ്. ആൻഡ് ബംഗളൂരു എയർപോർട്ടിൻ്റെ പേര് തന്നെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നാണ് അല്ലേ. അപ്പോൾ നാട് പ്രഭു കെമ്പഗൌഡ ഓർത്ത് വയ്ക്കാം. ഇൻസ്റ്റോൾഡ് അറ്റ് ദ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഓഫ് ബംഗളൂരു, സ്കൾപ്റ്റഡ് ബൈ പത്മശ്രീ അവാർഡി രാം വി സുത്താർ. ഓക്കെ, ഇത് ആരപ്പോൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ രാം വി സുത്താർ ആണ്. അദ്ദേഹം പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. ഇദ്ദേഹം തന്നെയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി, നമ്മുടെ ഗുജറാത്തിലുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതുപോലെ തന്നെ ബാംഗ്ലൂർ വിധാനസഭയിലുള്ള മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു ഒക്കെ പണിതിരിക്കുന്നത് രാം വി സുത്താറാണ്. ഓക്കെ, 11th November 2022 ഇത് ഇനോഗ്രേറ്റ് ചെയ്തത്. അൺവെയിൽഡ് ദ ബ്രോൺസ് സ്റ്റാച്യു. 108 ഫീറ്റ് ആണ് ഇതിൻ്റെ ഹൈറ്റ്. സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി എന്നാണ് ഇതിനെ പറയുന്നത്. സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇത് സ്റ്റാച്യു ഓഫ് പ്രോസ്പെരിറ്റി ബംഗളൂരുവിലാണ്. ഓക്കെ, കോൺട്രിബ്യൂഷൻസ് ടു നാടപ്രഭു കെമ്പഗൌഡ. ഇദ്ദേഹത്തിനാണ് ഫാദർ അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ബംഗളൂരു എന്നറിയപ്പെടുന്നത്. ഓക്കെ, തഞ്ചാവൂർ ബാലസരസ്വതി വാസ് എ വെൽ നോൺ ഡാഷ് ഡാൻസർ. ഏത് ഡാൻസിനോട് റിലേറ്റഡ് ആണ്? തഞ്ചാവൂർ ബാലസരസ്വതി. ഞാൻ നേരത്തെയും പറഞ്ഞു, ഫോക്ക് ഡാൻസേഴ്സ്, ക്ലാസിക്കൽ ഡാൻസേഴ്സ്, ഇവരുടെയൊക്കെ ഒരു ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. മെയിൻ ആയിട്ടുള്ളവരെങ്കിലും, അതായത് ക്ലാസിക്കൽ ഡാൻസേഴ്സ് എല്ലാവരും അറിഞ്ഞിരിക്കണം കേട്ടോ. സോ തഞ്ചാവൂർ ബാലസരസ്വതി ഭരതനാട്യത്തിനോട് റിലേറ്റഡ് ആണ്. ഓക്കെ, സോ ഭരതനാട്യത്തിനോട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ആൾക്കാരാണ് രുക്മിണി ദേവി, ഓക്കെ, അരുൺദേൽ,
പിന്നെ അലർമേൽ വള്ളി, പത്മ സുബ്രഹ്മണ്യം, വൈജന്തി മാല. ഓക്കെ, ഇവർ കുറച്ച് പേരെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ, ഒരുപാട് പേരുണ്ട്. ഓക്കെ, സോ രുക്മിണി ദേവി അരുന്ധലിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വിമൺ നോമിനേറ്റഡ് ആസ് ദ മെമ്പർ ഓഫ് രാജ്യസഭ. ഓക്കെ, ഇതും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. ഫസ്റ്റ് വിമൺ ടു ബി നോമിനേറ്റഡ് ആസ് എ മെമ്പർ ഓഫ് രാജ്യസഭയാണ് രുക്മിണി ദേവി അരുന്ധൽ. ഓക്കെ, അതുപോലെ തന്നെ കൃഷ്ണ അയ്യറുമായി ചേർന്ന് ഇവരാണ് ഭരതനാട്യം എന്ന് ടേം കോയിൻ ചെയ്തത്. സാതിരാട്ടമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ പേര് ഭരതനാട്യം എന്നാക്കാൻ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു വ്യക്തിയാണ് രുക്മിണി ദേവി അരുന്ധൽ. അലർമേൽ വള്ളി സെക്കൻഡ് യങ്ങസ്റ്റ് ഡാൻസർ ടു ബി കൺഫേർഡ് പത്മശ്രീ 1991. പിന്നെ പത്മ സുബ്രഹ്മണ്യം, വൈജന്തി മാല. In which year was Rural Employment Generation Program launched in India? റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് ഏത് വർഷമാണെന്നാണ്? 1995. ഓക്കെ, ഖാദി ഉദ്യോഗിലെ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്നാണ് റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം 1995 സ്റ്റാർട്ട് ചെയ്തത്. അത് പ്രകാരം 2 million ജോബ്സ് ആണ് അവർ ജനറേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. Under which of the following articles was a right to property shifted as a legal right? Right to property ഇപ്പോൾ ഏത് ആർട്ടിക്കിളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ടു പ്രോപ്പർട്ടി ഇപ്പോൾ ഉള്ളത് ആർട്ടിക്കിൾ 300A 300A. ഓക്കെ, സോ 1978 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് പ്രകാരമാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്നെടുത്ത് മാറ്റി അതൊരു ലീഗൽ റൈറ്റ് ആക്കി മാറ്റുകയും 300A മാറ്റുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ ഇയർ 1978 44th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ് ആർട്ടിക്കിൾ 300A ആയി മാറ്റി. നേരത്തെ എവിടെയായിരുന്നു? ഫണ്ടമെൻ്റൽ റൈറ്റ്സിലായിരുന്നു ഇത്. Who among the following political leaders succeeded Venkaiah Naidu to become Vice President of India in August 2022? ഓക്കെ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ പ്രസന്റ് വൈസ് പ്രസിഡന്റ് ആരാണെന്നാണ് ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ജഗദീപ് ധൻകർ ആണ്, അല്ലേ? ജഗദീപ് ധൻകർ പ്രസന്റ് ചെയർമാൻ ആണ്, അതായത് രാജ്യസഭാ ചെയർമാനുമാണല്ലോ. വൈസ് പ്രസിഡന്റ് തന്നെയാണ് നമ്മുടെ എക്സ് ഒഫീഷ്യോ പ്രസിഡന്റ് ആണ്, നമ്മുടെ ചെയർമാൻ ആണ് രാജ്യസഭയുടെ. സോ ജഗദീപ് ധൻകർ അദ്ദേഹം ചെയർമാൻ ഓഫ് രാജ്യസഭയാണ്. ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഹരിവംശ് നാരായൺ സിംഗ് ആണ്. ഫാഹിയാൻ എന്ന് പറയുന്ന വ്യക്തി സെയിം ആണ്. സോ ഹി ബിഗേൻ ഹിസ് ജേർണി ബാക്ക് ഫ്രം ചന്ദ്രഗുപ്ത 2 സമയത്ത് ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്ന ഒരു ട്രാവലർ ആയിരുന്നു ഫഹീൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാഗ്സിയാൻ എന്ന് പറയുന്നത്. അദ്ദേഹം തിരിച്ചുള്ള യാത്ര എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിരിച്ചു പോകാൻ തുടങ്ങിയത് ബംഗാൾ റീജിയനിൽ നിന്നാണ്. ഹി വിസിറ്റഡ് ഇന്ത്യ. ദ വിസിറ്റ് ഒക്കേർഡ് ഡ്യൂറിങ് ചന്ദ്രഗുപ്ത 2 വിക്രമാദിത്യയുടെ സമയത്താണ്. ഐഡന്റിഫൈ ആൻ എലിമെന്റ് ദാറ്റ് ഇസ് നോട്ട് എ സെമി മെറ്റൽ ഓർ മെറ്റലോയിഡ് അല്ല. ഇതിൽ ഏതാണ് ഒരു സെമി മെറ്റലോ മെറ്റലോയിഡോ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം കെസിയം ആണ്. ഓക്കെ, സിസിയം. ദ ബോർഡർ ലൈൻ എലിമെന്റ്സ്, അതായത് ഈ മെറ്റലും അല്ല നോൺ മെറ്റലും അല്ല മെറ്റലോയിഡ്സ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്? ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആർസനിക്, ആന്റിമണി, ടെലൂറിയം, പൊളോണിയം. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ്. ഇന്റർമീഡിയറ്റ് ടു മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ സെമി മെറ്റൽസ് ഓർ മെറ്റലോയിഡ്സ് എന്നും അറിയപ്പെടും. Where can you find 70% of fresh water resources on the earth? Fresh water resources. സാധാരണ നമ്മുടെ സീയിലൊക്കെ ഉള്ളത് എന്താണ്? മെറൈൻ വാട്ടർ ആണ്, അല്ലെ? ഉപ്പുവെള്ളമാണ്. ഇത് ഫ്രഷ് വാട്ടർ റിസോഴ്സസ് 70% എവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ്? അന്റാർട്ടിക്ക, ഗ്രീൻലാൻഡ് ആൻഡ് മൗണ്ടനസ് റീജിയനിലാണ്. ഓക്കെ, ഇത് മൂന്നും കൂടി ചേർത്താൽ 70% ഓഫ് വാട്ടർ റിസോഴ്സസ് ആയി. Fresh water resources. Okay. Which political leader became member of Legislative Assembly from Trikakara constituency, Kerala in June 2022? ട്രിക്കാക്കര കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് MLA ആയി സ്ഥാനമേറ്റ വ്യക്തി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ ഉത്തരം ഉമാ തോമസ് ആണ്, അല്ലേ? ശ്രീമതി ഉമാ തോമസ് ആണ്. സോ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പറാണ്. ട്രിക്കാക്കര അസംബ്ലിയിൽ നിന്നാണ് ജയിച്ചത്. 2022 ബൈ ഇലക്ഷൻസ് ആണ് ജയിച്ചത് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹർ ഹസ്ബൻഡ് PT തോമസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹർഷവർദ്ധൻ ട്രൈ ടു ക്രോസ് നർമ്മദ, അല്ലെ? ഹർഷവർദ്ധൻ നോർത്തേൺ പാർട്ടിൽ ഭരിച്ചിരുന്ന വ്യക്തിയാണ്. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സൗത്തിലോട്ട് വരണമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം നർമ്മദ ക്രോസ് ചെയ്ത് ഡെക്കനിലോട്ട് വരാൻ ശ്രമിച്ചപ്പോൾ സ്റ്റോപ്ഡ് ബൈ ദ റൂളർ ബിലോങ്ങിങ് ടു ചാളൂക്യ ഡൈനസ്റ്റി. ഏത് റൂളർ ആയിരുന്നോ? ചാളൂക്യാസിന്റെ റൂളർ ആരാണ്? പുലകിഷൻ 2, അല്ലെ? പുലകിഷൻ 2 ആണ് അദ്ദേഹത്തിനെ തടഞ്ഞു നിർത്തിയത്. ഇതിനെയാണ് നമ്മൾ ബാറ്റിൽ ഓഫ് നർമ്മദ എന്ന് പറയുന്നത്. ഓക്കെ, ബാറ്റിൽ ഓഫ് നർമ്മദ ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ
പുലകേശൻ ചാലൂക്യ റൂളറായ പുലകേശൻ ടൂയും ഹർഷവർദ്ധനും തമ്മിലായിരുന്നു. ഇതിൽ ഹർഷവർദ്ധനെ പരാജയപ്പെടുത്തി. ഹർഷവർദ്ധന്റെ ലൈഫിൽ തന്നെ അദ്ദേഹം ഒരേ ഒരു പ്രാവശ്യം മാത്രമേ തോറ്റിട്ടുള്ളൂ, അത് ഇതായിരുന്നു. ഓക്കെ, പിന്നീട് ഈ പുലകേശൻ ടൂവിനെ പല്ലവ റൂളറായ നരസിംഹവർമ്മൻ പരാജയപ്പെടുത്തി. അതാണ് ബാറ്റിൽ ഓഫ് വാതാപി. ഓക്കെ, സോ ഈ ചാലൂക്യാസിന്റെ ക്യാപിറ്റൽ ആയിരുന്നു വാതാപി ഓർ ബദാമി. അത് ഇവർ അറ്റാക്ക് ചെയ്യുകയും, അതായത് നരസിംഹവർമ്മൻ അറ്റാക്ക് ചെയ്യുകയും പുലകേശൻ ടൂവിനെ പരാജയപ്പെടുത്തുകയും വധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വാതാപി അദ്ദേഹം കോൺക്വർ ചെയ്തപ്പോൾ വാതാപി കൊണ്ട എന്ന ടൈറ്റിൽ സ്വീകരിക്കുന്നു. ആര്? നരസിംഹവർമ്മൻ. ഓക്കെ, നരസിംഹവർമ്മൻ. അതാണ് ബാറ്റിൽ ഓഫ് വാതാപി 642 AD. വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് കറക്റ്റ്? ഇതിൽ ഏതാണ് ശരിയെന്നാണ്. ആസിഡ് ടേൺസ് റെഡ് ലിറ്റ്മസ് ബ്ലൂ, ആസിഡ്സ് ആർ ബിറ്റർ ഇൻ ടേസ്റ്റ്. ഇതിൽ ഏതാണ് ശരി? ആസിഡ് റെഡ് ലിറ്റ്മസിനെ ബ്ലൂ ആക്കുകയാണോ ചെയ്യുന്നത്? അല്ല. ABR എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതായത് ആസിഡ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് റെഡ് എന്നാണ്. അപ്പോൾ ഇത് തെറ്റാണ്. പിന്നെ ആസിഡ് ബിറ്റർ ആണോ ടേസ്റ്റ്? അല്ല, ആസിഡിൻ്റെ ടേസ്റ്റ് സോറാണ്, പുളിയാണ്. ഓക്കെ, അപ്പോൾ ബോത്ത് ആർ ഇൻകറക്റ്റ്, നീദർ 1 or 2. Acids are sour in taste, they turn red litmus blue, pH is less than 7. ആസിഡ് എന്ന് പറയുമ്പോൾ pH ലെസ് ദാൻ 7 ആയിരിക്കും. 7 ന്യൂട്രൽ ആണ്. 7ൽ കുറയുമ്പോൾ ആസിഡും 7ൽ കൂടുമ്പോൾ നമ്മൾ ബേസ് എന്നാണ് പറയുന്നത്. ഹൗ ഇസ് ക്വിക്ക് ലൈം മെയ്ഡ്? ക്വിക്ക് ലൈം ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ശരിയായ ഉത്തരം. ഞാൻ എല്ലാം വായിച്ച് കൺഫ്യൂസ് ആക്കുന്നില്ല, നിങ്ങൾക്ക് നോക്കണമെങ്കിൽ പോസ് ചെയ്തിട്ട് ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കോളൂ. ക്വിക്ക് ലൈം ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ക്വിക്ക് ലൈം ഫോം ചെയ്യുന്നത് കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്തിട്ടാണ്. കാൽഷ്യം കാർബണേറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നു. കാൽഷ്യം ഓക്സൈഡിനെയാണ് നമ്മൾ ക്വിക്ക് ലൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാൽഷ്യം കാർബണേറ്റിൻ്റെ ഡീകമ്പോസിഷൻ വഴി ബൈ ഹീറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോഴാണ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ലഭിക്കുന്നത്. സോ ക്വിക്ക് ലൈം ഇസ് എ കോമൺ നെയിം ഓഫ് കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, CaO അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ക്വിക്ക് ലൈം അല്ലെങ്കിൽ ഇത് കൊടുത്ത് ക്വിക്ക് ലൈമിൻ്റെ കെമിക്കൽ നെയിം എന്താണ്, അല്ലെങ്കിൽ കാൽഷ്യം ഓക്സൈഡിൻ്റെ കോമൺ പേര് എന്താണ്? ക്വിക്ക് ലൈം ആണ്. ക്വിക്ക് ലൈം ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹീറ്റിംഗ് ക്രഷ്ഡ് ലൈം സ്റ്റോൺ ടു അറൌണ്ട് 1100 degrees in a shaft furnace. Okay, heat of limestone releases carbon dioxide leaving calcium oxide. Okay, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ 60 ചോദ്യങ്ങൾ. ഈ സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട്, ഞാൻ പറഞ്ഞു ഇത് ജസ്റ്റ് റിവിഷൻ മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് വേണം, നോട്ട്സ് വേണം. കാരണം ഞാൻ പറഞ്ഞു നമ്മുടെ ഡാൻസേഴ്സിൻ്റെ പേരുകൾ, അതുപോലെ ഹിസ്റ്ററിയുടെ നോട്ട്സ്, എല്ലാ സബ്ജക്ട്സിൻ്റെയും എല്ലാ സബ്ജക്ട്സിൻ്റെയും നോട്ട്സ്, പ്രോപ്പർ മെൻറ്റേഴ്സിൻ്റെ ഗൈഡൻസ്, അതുപോലെ തന്നെ ഫാക്കൽറ്റീസിൻ്റെ ക്ലാസ്സസ്, ഇതെല്ലാം നിങ്ങൾക്ക് വേണം. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ വേണം, കൺസിസ്റ്റൻസി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. അതാണ് നമ്മുടെ എൻട്രിയുടെ ആപ്പിൽ ലഭിക്കുന്ന ക്ലാസ്സുകൾ. ഓക്കെ, അപ്പോൾ നോർമൽ ഗോൾഡ് ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു ബാച്ചായിട്ട് തിരിച്ചിട്ട് ആ ബാച്ചിന് ഒരു മെൻറ്റർ കൊടുക്കണം. അപ്പോൾ ആ മെൻറ്ററിൻ്റെ ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യാം. മെൻറ്റർ നിങ്ങളെ എപ്പോഴും അസിസ്റ്റ് ചെയ്യാനായിട്ട് കാണും. ഓക്കെ, എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ടാവും ഫാക്കൽറ്റീസിൻ്റേത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മൾ എന്താ ചെയ്യും, നമ്മളെപ്പോഴും പ്ലാൻ ചെയ്യും ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുന്നു. 2 ദിവസം പഠിച്ചു കഴിയുമ്പോഴേക്കും നമുക്കൊരു മടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്ക്യൂസസ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മൾ ക്ലാസ് ഒന്നും മുടക്കാറില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഓൺലൈനിൽ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം. നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റുകൾ, ധാരാളം മോക്ക് ടെസ്റ്റുകൾ ഇതുപോലെയുള്ള, ഇതിപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലെ തന്നെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ലഭിക്കും. അത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ റിപ്പോർട്ട് കാർഡും ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് തരുന്ന രീതിയിലുള്ള നോർമൽ ഗോൾഡ് ക്ലാസ് ഉണ്ട്. ഇതിനെ നോർമൽ ഗോൾഡ് എന്ന് പറയാൻ കാരണം വേറൊരു കോഴ്സും ഉണ്ട്, അതാണ് നമ്മുടെ സൂപ്പർ ഗോൾഡ്. അപ്പോൾ സൂപ്പർ ഗോൾഡ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽ കെയർ കിട്ടും. അപ്പോൾ സൂപ്പർ ഗോൾഡ് എടുക്കുന്ന ആൾക്കാർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ മെൻറ്റർ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അവർക്ക് ഒരു പേഴ്സണലൈസ്ഡ് കെയറും അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെയുള്ള ഒരുപാട് ക്ലാസ്സസ് എൻട്രിയുടെ ആപ്പിൽ ലഭ്യമാണ്. കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്നത്തെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 10 ചോദ്യങ്ങളുമായിട്ടാണ്. സോ ആദ്യത്തെ ചോദ്യം, വിച്ച് കറൻസി നോട്ട്സ് വർ ഡീമോണിറ്റൈസ്ഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 2016? എല്ലാവർക്കും അറിയാമായിരിക്കും, കാരണം റീസെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ഏത് നോട്ടാണ് ഡീമോണിറ്റൈസ് ചെയ്യപ്പെട്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പറയണം. ഓക്കെ, നെക്സ്റ്റ്, ഇലക്ട്രിക് കറണ്ട് ഇസ് എ സർക്യൂട്ട്. ഇൻ എ സർക്യൂട്ട് ഇസ് മെഷേർഡ് ബൈ. ഇലക്ട്രിക് കറണ്ട് എന്ത് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡോമീറ്റർ, പൊട്ടൻഷ്യോമീറ്റർ, വോൾട്ട് മീറ്റർ ഓർ അമ്മീറ്റർ. വെൻ നാഷണൽ GST subsumed central taxes on July 1st, 2017,
ഹൗ മെനി പെട്രോളിയം ഗുഡ്സ് വർ കെപ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്സ് പെർവ്യൂ ഫോർ ദ ടൈം ബീങ്? താൽക്കാലികമായി കുറച്ച് പെട്രോളിയം പ്രോഡക്ട്സിനെ GST നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് എത്ര എണ്ണമായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 5, 4, 6 or 3. നാലാമത്തെ ചോദ്യം, there were 2 annual programs implemented in India in 1990-91 and 91-92 between dash 5-year plan. ഒരു പർട്ടിക്കുലർ, അതായത് ഒരു പ്ലാൻ കഴിഞ്ഞു, അടുത്ത പ്ലാനിൻ്റെ ഇടയിലായിട്ട്, അപ്പോൾ അടുത്ത പ്ലാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അപ്പോൾ താൽക്കാലികമായിട്ട് 2 ആനുവൽ പ്രോഗ്രാംസ് ആണ് നടത്തിയത്. അത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. There are dash hand gestures in Mohiniyattam which are mainly adopted from Hasta Lakshana Deepika text. Okay, മോഹിനിയാട്ടത്തിലുള്ള കയ്യും കൊണ്ടുള്ള ജെസ്റ്റേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 18, 20, 24 or 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് നോൺ ആസ് ഗോൾഡൻ ഫൈബർ. ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഇതിൽ ഏതിനെയാണ്? ജൂട്ടാണോ, കോൺ ആണോ, കോട്ടൺ ആണോ, അതോ സിന്തറ്റിക് ത്രെഡ് ആണോ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത്? ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് ഹാഫ് ടൈം സ്റ്റാർട്ട്സ് ഇൻ ഹോക്കി മാച്ചസ്? ഹോക്കിയിൽ ഹാഫ് ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്? അതായത് പകുതി സമയം കഴിഞ്ഞ് പിന്നെയാണ് ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് എപ്പോഴാണെന്നാണ് ചോദിച്ചത്, എത്ര സമയം കഴിയുമ്പോഴാണെന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബുക്സ് വാസ് റിട്ടൺ ബൈ കൗട്ടില്യ? കൗട്ടില്യ നമ്മുടെ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഉപദേഷ്ടാവും മന്ത്രിയൊക്കെ ആയിരുന്നു കൗട്ടില്യ, അല്ലേ? അപ്പോൾ കൗട്ടില്യയുടെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സബ്സിഡിയറി അലയൻസ് സിസ്റ്റം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്, അല്ലേ? ബ്രിട്ടീഷേഴ്സ് വന്നപ്പോൾ കൊണ്ടുവന്നൊരു സംഭവമാണ് സബ്സിഡിയറി അലയൻസ് എന്ന് പറയുന്നത്. അണ്ടർ വിച്ച് ഇന്ത്യൻ റൂളർ വാസ് അലൗഡ് ടു ഡിസ്ബാൻഡ് ഹിസ് ഓൺ ആംഡ് ഫോഴ്സ്. സ്വന്തം ആംഡ് ഫോഴ്സ് ഇല്ലാണ്ടാക്കുക, ബ്രിട്ടീഷേഴ്സിൻ്റെ ആംഡ് ഫോഴ്സിനെ നമ്മുടെ ടെറിട്ടറിയിൽ അപ്പോയിൻറ്റ് ചെയ്യുക, അവരാണ് ഇനി നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളത്, ഇതിന് അവർക്ക് പേ ചെയ്യുകയൊക്കെ വേണം. ഓക്കെ, സോ വർ ആക്സെപ്റ്റഡ് ബ്രിട്ടീഷ് ഫോഴ്സസ് ആൻഡ് റെസിഡൻറ്റ് ഇൻ ദിയർ ടെറിട്ടറി. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോജക്റ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ? ഓക്കെ, ഇത് ആരാണ് തുടങ്ങിയതെന്നാണ് ബേസിക്കലി. സബ്സിഡിയറി അലയൻസ് സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി ഫിൽഡ് ഇൻ എ ഷെൽ ഇസ് ഗിവൺ ബൈ. നമ്മുടെ നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, അതിൻ്റെ ചുറ്റും നമ്മുടെ ഷെല്ലുകളുണ്ട്, അല്ലേ? KLM എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വരെ നമുക്ക് വെക്കാൻ പറ്റും? ഓരോ ഷെല്ലിലും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് വരെ നമുക്ക് മാക്സിമം ഫില്ല് ചെയ്യാം എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിനൊരു ഫോർമുലയുണ്ട്, ആ ഫോർമുലയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ 10 ചോദ്യങ്ങൾ. ആൻസർ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. നമുക്ക് വളരെയധികം സന്തോഷം തോന്നും നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ വായിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ഇനിയും വരാനുണ്ട്. സോ അടുത്ത സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.